ഇനി എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഫോറക്സ് എന്നത്, അല്ലെങ്കിൽ FX എന്നത്. ഫോറിൻ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആണ് ഫോറക്സ് ട്രേഡിംഗ്. ഉദാഹരണമായി, ഞാൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും എനിക്ക് സർവീസുകളോ പ്രൊഡക്റ്റുകളോ വാങ്ങണമെങ്കിൽ ആ രാജ്യത്തെ കറൻസി ആവശ്യമാണ്. ഉദാഹരണത്തിന്, അമേരിക്കയിലേക്ക് പോകുമ്പോൾ US ഡോളർ ആവശ്യമാണ്. ഇന്ന് US ഡോളർ ലഭ്യമാകണമെങ്കിൽ ഏകദേശം 83 ഇന്ത്യൻ രൂപ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൗദിയിലേക്കാണ് പോകുന്നത് എങ്കിൽ എനിക്ക് സൗദി റിയാൽ ആവശ്യമാണ്. ഇന്ന് സൗദി റിയാലിന് 23 രൂപ 14 പൈസയാണ്. ഇങ്ങനെ ആവശ്യമെങ്കിൽ വിദേശ കറൻസികൾ വാങ്ങാം. വിദേശങ്ങളിൽ പോയി വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ വിദേശ കറൻസികൾ ഉണ്ട് എങ്കിൽ അത് മാറ്റി ഇന്ത്യൻ രൂപയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു കറൻസി വിനിമയം നടക്കുന്നു. അതായത് ഒരു കറൻസി കൊടുത്ത് മറ്റൊരു കറൻസി വാങ്ങുന്നു. ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് കറൻസി എക്സ്ചേഞ്ച്. കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഇത് സാധാരണയായി നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ബാങ്കുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയോ ആണ്. എന്നാൽ ഇന്ന് മൊബൈലിലൂടെ കറൻസികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നതാണ് ഫോറക്സ് ട്രേഡിങ്ങിനെ ഇത്രയധികം പ്രചാരത്തിൽ വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിദേശ കറൻസികൾ കൈമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് അതിൽ നിന്നും വില വ്യത്യാസത്തെ നമ്മൾ ഒരു നേട്ടമാക്കി എടുത്തുകൊണ്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്നത്. ഉദാഹരണത്തിന്, ഡോളറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷം രൂപയിൽ നിന്ന് ഇന്നത്തെ കറൻസി റേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഡോളർ റേറ്റ് അനുസരിച്ച് 83 രൂപ വെച്ച് ഞാൻ 1000 ഡോളർ വാങ്ങുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡോളറിൻ്റെ വില 85 രൂപയായി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡോളർ കൊടുത്ത് ഇന്ത്യൻ രൂപയിലേക്ക് മാറുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 1000 ഡോളർ ഞാൻ നൽകുമ്പോൾ എനിക്ക് 85,000 രൂപ ലഭിക്കും. അപ്പോൾ എനിക്ക് ആ കച്ചവടത്തിൽ നിന്നും ട്രേഡിങ്ങിൽ നിന്നും 2000 രൂപ ലാഭം ലഭിക്കുന്നു. ഇതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ വഴി ചെയ്യാവുന്ന കാര്യമായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഏതൊരു വർക്കിൻ്റെ കൂടെയും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക, വിജയിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുക, അതിനുശേഷം നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനി ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഫോറിൻ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സാധാരണയായി വാണിജ്യം, വ്യാപാരം, ടൂറിസം എന്നിവകൾക്ക് ആവശ്യമായ വിദേശ കറൻസികൾ പരസ്പരം മാറുന്ന പ്രക്രിയയാണ് വിദേശ വിനിമയം. ഓരോ ദിവസത്തിലും 7.5 ട്രില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഫോറക്സ് ട്രേഡിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഈ കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൽ നിന്നും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുവാനും അതുപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുവാനും പ്രോഫിറ്റ് ലഭിക്കുവാനും കഴിയും എന്നുള്ളതാണ്. അതുപോലെ മെറ്റാട്രേഡ് 4, മെറ്റാട്രേഡർ 5 തുടങ്ങിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാനും അതിൽ ഓർഡറുകൾ അയക്കാനും ബൈ ചെയ്യാനും സെൽ ചെയ്യാനും വിദേശ കറൻസികൾ വാങ്ങാനും വിൽക്കാനും ഓർഡറുകൾ ഒഴിവാക്കാനും ഈ പ്ലാറ്റ്ഫോമുകൾ വഴി പഠിക്കും. ചാർട്ടിംഗ് സോഫ്റ്റ്വെയറുകളായിട്ടുള്ള ട്രേഡിംഗ് വ്യൂ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനും വ്യത്യസ്ത ടൈം ഫ്രെയിമുകൾ നോക്കാനും പഠിക്കും. ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ ആവശ്യമായ ടെക്നിക്കൽ ലൈനുകൾ, റെസിസ്റ്റൻസ് ലൈനുകൾ, സപ്പോർട്ട് ലൈനുകൾ, ട്രെൻഡ് ലൈനുകൾ എന്നിവ വരക്കാൻ കഴിയും. അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള ബൊളിഞ്ചർ ബാൻഡ്സ്, RSI, MACD തുടങ്ങിയവ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും പഠിക്കാം. കറൻസി പെയറുകൾ ഏത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എത്രത്തോളം വാങ്ങണം, അതുപോലെ എപ്പോൾ വിൽക്കണം, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് എത്രയാണ്, മണി മാനേജ്മെൻറ്റ് എന്താണ്, എത്ര ലാഭം എടുക്കണം, എത്ര റിസ്ക് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ റിസ്ക് ടോളറൻസ്, അക്കൗണ്ടിൻ്റെ വലിപ്പം എന്നിവ അടിസ്ഥാനമാക്കി പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ പോലെ ഉള്ള ചില ടൂളുകൾ ഉപയോഗിക്കാനും പഠിക്കും. അതുപോലെ ട്രേഡിങ്ങിന് സഹായിക്കുന്ന വാർത്തകൾ വരുന്നുണ്ടോ എന്നറിയുന്നതിന് ഫോറക്സ് കലണ്ടർ പോലുള്ള ഉപയോഗിക്കാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് കറൻസി പെയറുകൾ ഒഴിവാക്കാനും ആവശ്യമായ സമയത്ത് കറൻസി പെയറുകൾ എടുക്കാനും അങ്ങനെ ട്രേഡ് എടുക്കാനും നമുക്ക് ഉപകരിക്കും. ഇത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ആവശ്യമായ തിയറികൾ പറഞ്ഞു പോകും. നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുന്നതോടു കൂടി തന്നെ സ്വന്തം രീതിയിൽ ഫോറക്സ് ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു. തുടർ എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭ്യമാകും. അതിനുവേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ആ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചായിരിക്കും അടുത്ത ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.